അറിയേയില്ല. കാര്യം അവനൊരു മതം റിലേറ്റഡ് ആയിട്ട് വളരാൻ പോകുന്ന ഒരാളല്ലായിരിക്കും ഉറപ്പായിട്ടും. പിന്നെ ഹിന്ദു പേരും ഇട്ടിട്ട് ചന്ദനക്കുറിയും തൊട്ടിട്ട് മതമില്ല എന്ന് പറയുന്ന ആ ഒരു ഓസ്കാർ ലെവൽ അഭിനയമുണ്ടല്ലോ, അതൊന്നും അത്രത്തോളം ദഹിക്കുന്നില്ല. ഇതാണ് വലിയ ലാസ്റ്റ് നോ കാസ്റ്റ് നോ റിലീജിയൻ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ വളർത്തണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും താല്പര്യം. എന്റെ പൊന്നു ബ്രോ, കേരളത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ സാധാരണഗതിയിൽ ജാതിയും മതവും പ്രിന്റ് ചെയ്ത് വരാറില്ല. അതൊക്കെ കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ വലിയ പ്രോഗ്രസീവ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടും. അതായത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു പാവം കൊച്ചു കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെച്ച് ഭയങ്കര ആളാകാൻ നടക്കുന്ന കുറെ തല്ലിപ്പൊളി ടീംസിനെ പറ്റിയിട്ടാണ് നമ്മളും സംസാരിക്കാൻ പോകുന്നത്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അഭിശ്രീ വ്ളോഗ്സിലെ ആ ഫേമസ് ആയ പേരിടൽ ചടങ്ങിനെ കുറിച്ചാണ്. അവിടെ നടന്നത് വെറും ഒരു നാടകമാണോ അതോ ഒരു പക്ക കോമാളിത്തരമാണോ എന്ന് നമുക്കിന്ന് കീറി മുറിച്ച് നോക്കാം. ബലം പിടിക്കാനാണ് സൂപ്പർ 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 സൂപ്പർ. പറ്റല്ലേ? ഇതങ്ങനെ മൊത്തത്തിൽ എടുക്കണം ഒരെണ്ണം. ഓക്കെ. എന്നിട്ട് ഒരു ചെവി പൊത്തിക്കൊണ്ട് ഒരു ചെവിയിൽ മുമ്പ് എടുക്ക പേര് പറയണം. പൊത്തിയിട്ട് വലദേവി പറ. അപ്പൊ സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങളടുത്ത് ചുരുക്കി പറയാം. ആ വ്ളോഗിലെ കപ്പിൾസിന് ഒരു കുഞ്ഞ് ജനിച്ചു. വളരെ സന്തോഷകരമായ കാര്യം, നന്നായിരിക്കട്ടെ. ഇടത് ചെരുപ്പി പൊത്ത് അച്ഛനൊക്കെ എന്ത് എടുക്കുന്നുണ്ടോ മക്കള്? കള്ള കട തുറന്നു നമുക്ക് നെയിം റിവീൽ ചെയ്യാം. അപ്പൊ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ടോ. ആ ഒരു പേരിടൽ ചടങ്ങിന് ശേഷം അമ്മയും അപ്പനും കൂടി ക്യാമറ നോക്കി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അത് കേട്ടാൽ ചിരിച്ച് ചിരിച്ച് പല്ല് കൊഴിഞ്ഞു പോകുമെന്ന് നമുക്ക് വേണമെങ്കിൽ നാടൻ ശൈലിയിൽ പറയാം. ഇതാണ് നമ്മുടെ കുഞ്ഞിന്റെ പേര്. കിയാൻഷ് എന്നാണ് പേര്. കിയാൻഷ് അഭിശ്രീ. ഇത് വന്നിട്ട് ഈ പേര് കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാവരുത് ഇവൻ ഏത് കാസ്റ്റിലാണ്, ഏത് റിലീജിയനിലാണ്, ഏത് മതസ്ഥനാണെന്ന് തിരിച്ചറിയാൻ പാടില്ല എന്നുള്ളൊരു മെയിൻ തോട്ടും കൂടെ ഉണ്ട് ഇതിന്റെ പേരിൽ. കാര്യം ഞങ്ങൾ മനുഷ്യനായിട്ട് വളർത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇതാണ് വലിയ ലാസ്റ്റ് നോ കാസ്റ്റ് നോ റിലീജിയൻ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ വളർത്തണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും താല്പര്യം. നോ കാസ്റ്റ് നോ റിലീജിയൻ നോ കമ്മിറ്റ്മെന്റ്സ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇവൻ വളരാൻ പോകുന്നത്. സോ ജനിച്ചപ്പോൾ തന്നെ ഞാൻ അറിയാതെ എൻ്റെ മുകളിൽ വന്നു കയറിയ ഒരു സാധനമാണ് മതം എന്ന് പറയുന്നത്. അതിൽ മതത്തിന്റെ പേരിലുള്ള അടി പ്രശ്നങ്ങൾ കാരണങ്ങളൊന്നും എൻ്റെ മകൻ അറിയേയില്ല. കാര്യം അവനൊരു മതം റിലേറ്റഡ് ആയിട്ട് വളരാൻ പോകുന്ന ഒരാളല്ലായിരിക്കും ഉറപ്പായിട്ടും. സോ അത്രയേ ഉള്ളൂ. കിയാൻഷ് അഭിശ്രീ ഇതാണ് പേര്. ഞങ്ങളുടെ കുഞ്ഞിന് ജാതിയില്ല, മതമില്ല, ഞങ്ങൾ അവനെ മനുഷ്യനായിട്ടാണ് വളർത്താൻ പോകുന്നതെന്നാണ് അവർ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അല്ലട ഉവ്വേ, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. പിന്നെ ബാക്കിയുള്ള നാട്ടുകാരൊക്കെ അവരുടെ പിള്ളേരെ പട്ടിക്കുഞ്ഞായിട്ടും പൂച്ചക്കുഞ്ഞായിട്ടും ഒക്കെയാണോ വളർത്തുന്നത്? ഈ നാട്ടിലുള്ള ബാക്കി അച്ഛനമ്മമാരൊക്കെ മനുഷ്യരായിട്ട് തന്നെയാണ് വളർത്തുന്നത്. അതോ നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും കൊമ്പുണ്ടോ? ഒരുമാതിരി ഊളത്തരം പറയാതോ. സ്വന്തം കുഞ്ഞിനെ മനുഷ്യനായിട്ട് വളർത്തുന്നു എന്ന് പറഞ്ഞ് സ്വയം പൊങ്ങിയടിക്കാൻ ഇവർക്ക് യാതൊരു ഉളുപ്പുമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു തള്ളാണെന്ന് ആരായാലും ചോദിച്ചു പോകും. ഇനി ഇവർ ആ ഒരു കുഞ്ഞിനിട്ട പേരെന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? കിയാൻ അഭിശ്രീ. എന്നിട്ട് അപ്പന്റെ വക ഒരു കിടില ന്യായീകരണമുണ്ട്. ഈ പേര് കേട്ടാൽ ആർക്കും ഇവർ ഏത് മതസ്ഥനാണെന്ന് മനസ്സിലാകില്ല എന്ന. നോ കാസ്റ്റ് നോ റിലീജിയൻ നോ കമ്മിറ്റ്മെന്റ്സ് എന്ന്. മതത്തിന്റെ പേരിലുള്ള അടി പ്രശ്നങ്ങൾ കാരണങ്ങളൊന്നും എൻ്റെ മകൻ അറിയേയില്ല. കാര്യം അവനൊരു മതം റിലേറ്റഡ് ആയിട്ട്
വളരാൻ പോകുന്ന ഒരാളല്ലായിരിക്കും. എന്റെ പൊന്നു ചങ്ങായി, നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ പൊട്ടന്മാരാക്കുകയാണോ? ഒന്ന് ഗൂഗിളിലോ ചാറ്റ് GPT കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ വാക്കിന്റെ അർത്ഥം നമുക്ക് കിട്ടും. ഹൈന്ദവ വിശ്വാസ പ്രകാരം ശ്രീകൃഷ്ണന്റെയോ പരമശിവന്റെയോ ഒക്കെ അംശം എന്നാണ് ആ ഒരു പേരിന്റെ അർത്ഥം. അതും പോരാഞ്ഞിട്ട് അഭിശ്രീ എന്നൊരു വാലും. ഈ ഒരു പേര് കേട്ടാൽ തന്നെ ഏതൊരു പൊട്ടനും മനസ്സിലാക്കും ഇതൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പേരാണെന്ന്. അല്ലാതെ ഇത് കേട്ടിട്ട് എന്തെങ്കിലും ജോസഫ് ആണെന്നോ അബ്ദുള്ള ആണെന്നോ വേറെ ആരെങ്കിലും പറയുമോ? വെറുതെ ജനങ്ങളെ വിഡ്ഢികളാക്കി യൂട്യൂബിൽ വ്യൂസ് കിട്ടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. തള്ളുന്നതിനും ഒരു പരിധിയൊക്കെ ഇല്ലേ? ആ ഒരു തള്ളു കേട്ട് കൈയടിക്കാൻ ഇവിടെ കുറെ ആൾക്കാരും. അതുമാത്രമല്ല, ഇനി ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഒരു വലിയൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഡയലോഗ് അടിക്കുന്ന അപ്പനും അമ്മയും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. നല്ലൊരു അടിപൊളി ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടാണ്. എന്തൊരു വിരോധാഭാസമാണല്ലേ? സ്വന്തം നെറ്റിയിൽ ഹിന്ദു മതത്തിന്റെ അടയാളമായ ചന്ദനക്കുറി തൊട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച എല്ലാ ആചാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്റെ കുഞ്ഞിന് മതമില്ല, അവൻ മനുഷ്യനാണെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ് ബ്രോ ഉള്ളത്? സോ ജനിച്ചപ്പോൾ തന്നെ ഞാൻ അറിയാതെ എന്റെ മുകളിൽ വന്നു കയറിയ ഒരു സാധനമാണ് മതം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇത്രയും വലിയൊരു ഭാരമാണെങ്കിൽ, അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളുടെ തലയിൽ കയറിയതാണെങ്കിൽ, നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കത് ഉപേക്ഷിക്കാമായിരുന്നില്ലേ? ഞാനൊരു നിരീശ്വരവാദിയാണ്, എനിക്ക് മതമില്ല എന്ന് ഉറക്കെ പറയാനുള്ള ഗഡ്സ് ആ ഒരു അപ്പൻ എന്തുകൊണ്ട് കാണിച്ചില്ല? എന്നിട്ട് ക്യാമറ ഓണാകുമ്പോൾ മാത്രം കുഞ്ഞിനെ വെച്ച് പ്രോഗ്രസീവ് കളിക്കുന്നത് ഒരു പക്ക ഉടായ്പ് തന്നെയാണ്. നിങ്ങളുടെ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, അതിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതും പൂജകൾ ചെയ്യുന്നതുമൊക്കെ. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പച്ചയായിട്ട് തള്ളുന്നത്? അതെല്ലാം പോട്ടെ, ഇനി നിങ്ങളുടെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അപ്പനും അമ്മയും അമ്പലത്തിൽ പോകുന്നതും ചന്ദനക്കുറി തൊടുന്നതും ഹൈന്ദവ വിശ്വാസ പ്രകാരം പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഈ കുഞ്ഞ് കാണുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ കുഞ്ഞ് എങ്ങനെയാണ് മതമില്ലാതെ വളരുന്നത്? വായ്ക്കുള്ളിൽ നാക്കുണ്ടെന്ന് കരുതിയിട്ട് എന്തും പറയാമെന്ന് ആകരുത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? ചുമ്മാ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയാനൊക്കെ വളരെ എളുപ്പമാണ്. അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിലെ എല്ലാ ആചാരങ്ങളും ആഘോഷിക്കുകയും എന്നിട്ട് കുട്ടിയുടെ തലയിൽ മാത്രം നോ റിലീജിയൻ ബോർഡ് വെച്ച് കെട്ടുകയും ചെയ്യുന്നത് എന്തൊരു വിരോധാഭാസമാണ്. അടുത്തിനി ഇവർ പറയുന്ന മറ്റൊരു കോമഡി ഉണ്ട്. ജനന സർട്ടിഫിക്കറ്റിൽ നോ റിലീജിയൻ നോ കാസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നതെന്ന്. ഇതാണ് ലാസ്റ്റ് നോ കാസ്റ്റ് നോ റിലീജിയൻ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ വളർത്തണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും താല്പര്യം. എന്റെ പൊന്നു ബ്രോ, കേരളത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ സാധാരണഗതിയിൽ ജാതിയും മതവും പ്രിന്റ് ചെയ്ത് വരാറില്ല. അതൊക്കെ കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഡ്രസ്സും അച്ഛനമ്മമാരുടെ പേരും മാത്രമാണ് അതിൽ കാണിക്കുക. ഇനി നിങ്ങളുടെ കുട്ടി നാളെ വലുതായിട്ട് SSLC സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ അവിടുത്തെ ഫോമിൽ ജാതിയും മതവും ഒക്കെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്യാതെ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ചുമ്മാ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് ഷോ കാണിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ റിയാലിറ്റി അതല്ല. പ്രാക്ടിക്കലി ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ശരിക്കും ജാതിയും മതവും വേണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം. നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ അതിനൊരു മാതൃകയാകണം. അല്ലാതെ നിങ്ങൾക്ക് എല്ലാം വേണം, പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാവം കുഞ്ഞിനെ കരുവാക്കരുത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസപ്രകാരം ജീവിക്കുക. കുട്ടി വളർന്ന് വലുതാകുമ്പോൾ അവന് വകതിരിവ് വരുമ്പോൾ, അതായത് അവന് 18 വയസ്സാകുമ്പോൾ അവന് വേണമെങ്കിൽ മതം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാം എന്നൊരു ചോയ്സ് അവന് കൊടുക്കണം. അതാണ് ഒറിജിനൽ ഹീറോയിസം. അല്ലാതെ ജനിച്ച് വീണ ഉടനെ തന്നെ കുഞ്ഞിന്റെ തലയിൽ ഒരു പ്ലാസ്റ്റിക് പ്രോഗ്രസീവ് ടാഗ് അടിച്ചു വിടുന്നത് തികച്ചും പ്രഹസനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ഒന്നൊന്നര തള്ളാണ്. സോഷ്യൽ മീഡിയയിൽ ആളാകാൻ വേണ്ടി മാത്രം കാണിക്കുന്ന വെറും ഒരു കോമാളിത്തരം. പിന്നെ ഹിന്ദു പേരും ഇട്ടിട്ട് ചന്ദനക്കുറിയും തൊട്ടിട്ട് മതമില്ല എന്ന് പറയുന്ന ആ ഒരു ഓസ്കാർ ലെവൽ അഭിനയമുണ്ടല്ലോ, അതൊന്നും അത്രത്തോളം ദഹിക്കുന്നില്ല. മനുഷ്യനെ പൊട്ടനാക്കുന്നതിലും ഒരു പരിധി ഉണ്ടെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ എല്ലാ സുഹൃത്തുക്കളോടും ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കീഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. വാ തുറന്നാൽ തള്ളുന്ന ഇത്തരം ടീംസിനെ നമ്മൾ ഇനിയും വലിച്ചു കീറും.